ഈ അയ്യോ വിളി കാര്യാക്കണ്ട. മോന്റെ കാലിന് മസിൽ കേറിയപ്പോ ചെറുതായിട്ടൊന്ന് ഞെട്ടിത്തെറിച്ചതാണിത്. നമുക്കാണേ ഇത്തിരി മൂന്ന് സാധനം മതി ടെൻഷൻ ആവാനും നെർവസ് ആവാനും. കേറിയ മസിൽ ഇറങ്ങിപ്പോയി, എന്നാലും ആളുടെ ടെൻഷൻ മാറി വരുന്നേ ഉള്ളൂ ട്ടോ. ഒരു കണക്കിന് നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനെയാണല്ലേ. മക്കൾക്ക് എന്ത് വന്നാലും ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും. എന്നാൽ അവർക്കാണെങ്കിലോ അതൊരു കാര്യമുള്ള കാര്യമേ അല്ലായിരിക്കും അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റമില്ലാതെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്ന കാര്യം ഇതാണ്. ഏകദേശം ഒരു 1 മന്തിന്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ചെന്റെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്ടോ. അതിനുള്ള പുറപ്പാടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അറ്റയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും സാരിയിലായിരുന്നു. രണ്ടും രണ്ട് തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പിലുള്ള സാരിയാണ്. പക്ഷെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ക്രീപ്പ് മെറ്റീരിയലായിരുന്നു. അങ്ങനെ നമ്മളുടെ യാത്ര തുടരാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മനുഷ്യന് രണ്ട് നേരങ്ങളുണ്ട്, നല്ല നേരവും ചീത്ത നേരവും. റീസെന്റ് ആയിട്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഈ നല്ല നേരങ്ങളെല്ലാം നമ്മൾ മെമ്മറീസിനായിട്ട് എടുത്തു വെക്കുകയും ചീത്ത നേരങ്ങളാണെങ്കിൽ എങ്ങനെയായാലും ഒന്ന് റേസ് ചെയ്ത് കളയേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ കഥയെല്ലാം പറഞ്ഞ് നമ്മളതിപ്പോ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ നല്ല നേരം ബുക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡേ ആയിരുന്നു. നമ്മുടെ സിബ്ലിങ്സ് ഒപ്പം കളിച്ചു വളർന്നവരും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലമൊക്കെ നല്ല രീതിയിൽ നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്തവരൊക്കെ ലൈഫിന്റെ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നതെന്ന് നമ്മൾ ഇപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരുപാട് സമയങ്ങളെല്ലാം സ്പെൻഡ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ.